ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറിയയുടെ അഹമ്മദ് അൽ ഷാര യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ സിറിയയ്ക്ക് അനുകൂലമായിട്ട് റെഫറൻഡം പാസ്സായിട്ടുണ്ട്. പുള്ളിക്കാരൻ അമേരിക്കൻ പര്യടനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ട്രംപാണോ അല്ലെങ്കിൽ അമേരിക്കയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം നമുക്ക് പറഞ്ഞാൽ പോരാ. ഇത് ശരിക്കും സിറിയയുടെ അഹമ്മദ് അൽ ഷാര എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റിൻ്റെ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ആ പ്രസിഡന്റിന്റെ നിശ്ചയദാർഢ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പുള്ളിക്കാരൻ UN വെച്ചിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷം പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അമേരിക്കയോടൊപ്പം അഥവാ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ തീവ്രവാദത്തിനെതിരെയുള്ള നിലപാടുകളായിരിക്കും സിറിയ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാര മോസ്കോ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വ്ളാഡിമിർ പുടിനെ കാണാൻ വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, അതായത് സിറിയയിലെ ബേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാരണം നിങ്ങൾ ബിൽഡ് ചെയ്ത ബേസാണ് അവിടെ ഉള്ളത്. 2 ബേസ് ഉണ്ട് അവിടെ. പക്ഷേ റഷ്യ അതിനകത്ത് ഇപ്പം കൂടുതൽ താല്പര്യം കാണിച്ചിട്ടില്ല. ഇനി ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള നിലയിലാണ് റഷ്യ തിരിച്ചു പറഞ്ഞത്. കാരണം റഷ്യ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല, പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യ ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ലാത്ത മേഖലയാണെന്നുള്ളത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനെ തുടർന്ന് അഹമ്മദ് അൽ ഷാര പറഞ്ഞു വെച്ചത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ സിറിയയുടെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഈ ദിവസം അവിടെ റെസൊല്യൂഷൻ പാസ്സാക്കും. ആ പാസ്സാകുന്ന സമയത്ത് റഷ്യ വീറ്റോ ചെയ്യാൻ പാടില്ല എന്നുള്ള റിക്വസ്റ്റാണ് അങ്ങോട്ട് വെച്ചതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് റഷ്യ വീറ്റോ ചെയ്തില്ല. ചൈന ആബ്സെൻ്റ് ആയിരുന്നു. മനസ്സിലായോ? ചൈന ആബ്സെൻ്റ് ആയിരുന്നു. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അഹമ്മദ് അൽ ഷാര അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന ഇതിനകത്തൊരു പ്രസൻസ് രേഖപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. ചൈനയ്ക്ക് ചൈനയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ചൈന ആബ്സെൻ്റ് ആയത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഫൈനലി സിറിയയുടെ മേലിലുള്ള സാങ്ഷൻസ് എല്ലാം തന്നെ നീക്കിയിരിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മൾ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. 51 ഔട്ട് ഓഫ് 100 ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വെനിസുലയുടെ മേലിൽ മിലിറ്ററി ആക്ഷൻസ് എടുക്കാം എന്നുള്ള റെഫറൻഡം പാസ്സാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ സെനറ്റ് അംഗങ്ങളിൽ 51 പേര് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി വെനിസുലയെ ആക്രമിക്കാം എന്ന് ഒഫീഷ്യലി തീരുമാനമെടുത്തിട്ടുണ്ട്. വെനിസുലയുടെ എണ്ണപ്പാടങ്ങൾക്ക് മേൽ ടാർഗറ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നൈജീരിയയിൽ ISWAP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെറർ സംഘടനയുണ്ട്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഈ 10,000-2000-ഓളം ചെറുകിട സംഘടനകളുണ്ട്. ഈ സംഘടനകളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് ഈ ISWAP എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ബൊക്കോ ഈ ടീമുകളെല്ലാം വരും. അവരെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ICWAP എന്ന് പറയുന്ന സംഘടന ഈ തീവ്രവാദികൾക്കെല്ലാം ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോണുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ ഗ്യാതറിങ്സ് ഒഴിവാക്കണം. അമേരിക്ക ഏത് നേരത്ത് വേണമെങ്കിലും നമ്മളെ ടാർഗറ്റ് ചെയ്തേക്കാം, പ്രിസൈസ് അറ്റാക്കിലൂടെ നമ്മളെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിലുള്ള മീറ്റിംഗ്സ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് നിർദ്ദേശം കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. നൈജീരിയയുടെ ഉള്ളിൽ തുടർച്ചയായിട്ട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതിൽ യാതൊരു മാറ്റമില്ല. അതേസമയം നൈജീരിയയിലെ ഗവൺമെന്റ് ന്യൂട്രൽ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സംഘടന അമേരിക്കയ്ക്കും കൂടി ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മേലിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഞങ്ങൾ തരും എന്നാണ് ഒരു ഭീഷണി. ആ ഒരു ഭീഷണി സ്വരത്തിലാണ് ഈ തീവ്രവാദികൾ അമേരിക്കയ്ക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മൾ യൂറോപ്പിൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ കവർ ചെയ്തിട്ട് കുറച്ച് 2-3 ദിവസം ഗ്യാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, സ്വീഡൻ അവകാശപ്പെട്ട ഒരു ഐലൻഡ് ഉണ്ട്, ഗോട്ട്ലാൻഡ് ഐലൻഡ് എന്നാണ് ആ ഒരു ഐലൻഡിനെ വിളിക്കുന്നത്. ഞാൻ മാപ്പിൽ കാണിക്കുന്ന ഈ ലൊക്കേഷനാണ് ഈ ഗോട്ട്ലാൻഡ് ഐലൻഡ്. ഈ ഗോട്ട്ലാൻഡ് ഐലൻഡിനെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ആയുധങ്ങളൊക്കെ നമുക്ക് അവിടെ ശേഖരിക്കാം. അവിടെ നിന്ന് നമുക്ക് റഷ്യയെ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മറ്റു പല ബാൾട്ടിക് റീജിയനിൽ കിടക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾക്ക് മേളിൽ തുടരെ ഈ ഒരു അനോണിമസ് ഡ്രോൺ ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ ഡ്രോൺ നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പം ഈ ഒരു ഐലൻഡ്, ഈ ഗോട്ട്ലാൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിനെ പുതിയ ഒരു ഡിഫൻസിന്റെ താവളമായിട്ട് ഒരുക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ എല്ലാം ചേർന്നുകൊണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ട് ഈ കാലിംഗ്രേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയൊരു പ്രൊവിൻസ് ഉണ്ട്. ഈ കാലിംഗ്രേറ്റ് എന്ന് പറയുന്നത് റഷ്യയുടെ പ്രൊവിൻസ് ആണ്. പക്ഷെ അത് റഷ്യൻ മെയിൻലാൻഡിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആണ്. ഈ കാലിംഗ്രേറ്റ് പ്രൊവിൻസ് അതിനെ ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റഷ്യയ്ക്കും വളരെ ഈസി ആയിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യാം എന്നാണ് ഈ ഒരു ഏരിയയെ ഫോക്കസ് ചെയ്ത് ഇപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. അതിലൂടെ ഏഷ്യൻ സൈഡിലേക്ക് ഇപ്പോൾ അവർ കസഖസ്ഥാൻ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളെല്ലാം തന്നെ അവർ നാറ്റോയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതായത് റഷ്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, അതായത് യൂറോപ്പ് സൈഡിൽ മാത്രമല്ല റഷ്യയുടെ അതർ സൈഡിലുള്ള ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങളെയും കൂടി
ഈ നാറ്റോ മെമ്പറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ. പക്ഷേ ഇത് വളരെ റോങ് ആയിട്ടുള്ളൊരു മൂവാണ്. ശരിക്കും ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ ആണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ സോഫാർ ഈ ഒരു ദിവസം വരെയും ഉക്രൈൻ്റെ ഉള്ളിലുള്ള കൃത്യമായിട്ടുള്ള എനർജി ഗ്രിഡുകൾ, പവർ ഗ്രിഡുകളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മാപ്പാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങളിലുള്ള പവർ ഗ്രിഡുകൾ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് റഷ്യ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഡാമേജ് ആണ് ഉക്രൈന് എനർജി മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയിൽ ചൈന, ഇന്ത്യ അവരൊക്കെ ഒരു തരത്തിൽ മുന്നോട്ട് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും രണ്ട് രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ രണ്ടെണ്ണം നല്ല രീതിയിലുള്ള ലാഭം, നല്ല റവന്യൂ അവർ കണ്ടെത്തിയിട്ടുണ്ട്. എണ്ണയും ഗ്യാസും വിറ്റിട്ടാണ് അവർ നല്ല രീതിയിലുള്ള ലാഭം കൊയ്യുന്നത്. നല്ല വിലയ്ക്ക് തന്നെയാണ് അവർ കൊടുക്കുന്നത്. അതിലൊന്ന് നോർവേ, രണ്ട് സ്വീഡൻ. ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം കൊണ്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയത്. ഗ്രിഫന്റെ ഫൈറ്റർ ജെറ്റുകൾ വേണമെങ്കിൽ ഒരു 120 വേണമെങ്കിൽ ഞങ്ങൾ ഉക്രൈന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോർവേ ഇടയ്ക്കിടയ്ക്ക് ബില്യൺ കണക്കിൽ യൂറോ ഞങ്ങൾ സഹായമായിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഉക്രൈനെ ഒരു സൈഡിൽ ഇങ്ങനെ തരില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെലൻസ്കി ആണെങ്കിൽ അമേരിക്ക അടുത്താണ് ഇപ്പോഴും ആയുധം തരൂ, ടോമഹോക്ക് തരൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഉക്രൈനിന് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ പലരും ഇപ്പോൾ സ്വീഡൻ അടുത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വീഡന്റെ റവന്യൂ ജനറേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്നാണ് സ്വീഡൻ ഈ രീതിയിലുള്ള ഓഫറൊക്കെ ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. ബൾഗേറിയ അമേരിക്കയുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് ഈ ലൂക്കോയിൽ കമ്പനിയിലുള്ള ഷെയർ ബൾഗേറിയ ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അമേരിക്ക ഇതിന് ഓൾറെഡി തന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൾഗേറിയ ലൂക്കോയിലുമായിട്ട് സംസാരിച്ചിട്ട് ലൂക്കോയിൽ എന്ന് പറഞ്ഞ ബൾഗേറിയയിലുള്ള ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിലുള്ള ഷെയറുകൾ മൊത്തം ഗവൺമെന്റിന്റെ പേരിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് എത്ര എമൗണ്ട് ആവും, എന്താണ് ഇതിന്റെ സ്റ്റേക്കിന്റെ വാല്യൂ, ഇതൊന്നും തന്നെ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ബൾഗേറിയയുടെ ഗവൺമെന്റ് ഇതിനെ ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അമേരിക്കൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. വളരെ പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അപ്പം അമേരിക്ക ബൾഗേറിയയ്ക്ക് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു ഈ ലൂക്കോയിലിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൂക്കോയിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഓയിൽ സപ്ലൈ തുടർച്ചയായിട്ട് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബൾഗേറിയയും ഹംഗേരിയുമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഇതിനകത്ത് പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. റൊമാനിയയും കൂടി ഉണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ഫസ്റ്റ് ബൾഗേറിയ, പിന്നീട് റൊമാനിയ, അതുപോലെ തന്നെ ഹംഗേരി, ഈ മൂന്ന് രാജ്യങ്ങളും തുടർച്ചയായിട്ട് ഈ പരിപാടികൾ 1 by 1 ആയിട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇത് ശരിക്കും ഇതിനകത്ത് ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം ഇതിനകത്ത് ഇപ്പം യൂറോപ്പിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു സ്ഥാപനം തുടങ്ങുന്നു വെച്ചോ. ആ സ്ഥാപനം എന്ത് വിശ്വാസത്തിലാണ് ഇപ്പോൾ അവിടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക? അവർക്കൊരു പ്രതിസന്ധി വരുമ്പോഴോ ഈ രീതിയിൽ കമ്പനിയെ സ്വന്തമാക്കുക എന്നുള്ളത്, വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ആ ഒരു ടൈപ്പിലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം. ശരിക്കും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലത്തെ സംഘടനകൾ ഇപ്പം ഇതിനകത്ത് മുന്നിട്ടിറങ്ങി വന്നിട്ട് ഇതിന്റെ ലീഗാലിറ്റിയെ കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ ബൾഗേറിയയ്ക്ക് എന്ത് ലെജിറ്റിമസിയാണ് ഉള്ളത് ഈ രീതിയിൽ ഒരു കമ്പനിയെ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കേണ്ടതാണ്. ഇതേപോലെ നെതർലാൻഡിലെ എക്സ്പീരിയ എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയെ ഏറ്റെടുത്ത സമയത്തും ഈ ചോദ്യം വരേണ്ടതാണ്. പക്ഷെ ഇവിടെ എങ്ങും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കമാന്നൊരു അക്ഷരം ഉണ്ടെന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിർണായക ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ഇന്ത്യക്കുള്ളിലുള്ള പല മൊബൈലുകളിലും പല ഗാഡ്ഗറ്റ്സിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാൽക്കം അതേപോലെ മീഡിയ ടെക്കിന്റെ ചിപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഇയർ ടാറ്റ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഈ ക്വാൽക്കം അതേപോലെ തന്നെ മീഡിയ ടെക് ഈ കമ്പനികൾ ജോയിന്റ് വെഞ്ചറിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ ചിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായിട്ട് ചിപ്പ് ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ആയിരിക്കുകയാണ് ആ പ്ലാന്റുകളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ക്വാൽക്കം അതേപോലെ മീഡിയ ടെക് പോലത്തെ മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ചിപ്പുകളെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കും എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. ഇതിനകത്ത് ശരിക്കും ഫോറിൻ ഷെയർ ഉള്ള കമ്പനി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഇന്ത്യക്ക് റെയർ എർത്ത് എലമെന്റ്സ് ചൈന തരും. അതിലെ ഒരു 4 കമ്പനികളുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് എഗ്രിമെന്റ്. എന്നാൽ നമുക്കിത് അമേരിക്കയിലോട്ട് കയറ്റി അയക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ഈ ക്വാൽക്കം പോലത്തെ അമേരിക്കൻ കമ്പനികളാണ്, ക്വാൽക്കം എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അമേരിക്കൻ ഇതേപോലത്തെ ഫോറിൻ കമ്പനികൾ ഇനി റെയർ എർത്ത് എലമെന്റ്സ് അമേരിക്കയ്ക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ത്യക്കുള്ളിലേക്ക് റെയർ എർത്ത് എലമെന്റ്സ് സപ്ലൈ ചെയ്യും. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഈ കമ്പനികൾക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. കാരണം ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ലേബലിലാണ് ഈ സാധനം പുറത്തിറങ്ങുന്നത്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് ഈ കമ്പനി എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ വർഷം തന്നെ നമ്മളിപ്പോൾ 2025 നവംബർ ഡിസംബറിൽ തന്നെ നമ്മൾ ഈ ഒരു ചിപ്പ് ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ടെക്നോളജി കാര്യങ്ങളെല്ലാം ഇന്ത്യക്കുള്ളിൽ വരും. ഇനി ഇന്ത്യക്കുള്ളിൽ ഈ കമ്പനി പ്രവർത്തിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അതിനകത്ത് ജോലി കിട്ടും. അപ്പോൾ ഈ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിക്കൽ വർക്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള
ആ യങ് ജനറേഷൻ, ആ ഒരു യങ് പോപ്പുലേഷൻ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ നോളജ് കരസ്ഥമാക്കും. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ലോക്ക്ഹീഡ് മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറയാം നമുക്ക്. അതായത് ലോക്ക്ഹീഡ് മാർട്ടിൻ നമ്മൾ C-130J എന്ന് പറഞ്ഞ ആ ഒരു മീഡിയം സൈസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നമ്മൾ ഒരു 6 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഓർഡർ നമ്മൾ ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീല് ഇങ്ങനെ തകരാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നിർത്തി വെച്ചിരുന്നതാണ്. പക്ഷേ അത് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് മലേഷ്യയിൽ വെച്ചിട്ട് ASEAN സബ്മിറ്റിന്റെ സൈഡ് ലൈനിൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെക്സത്തും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിലുണ്ടായ ഡെവലപ്മെന്റിലാണ് ഇപ്പം ലോക്ക്ഹീഡ് മാർട്ടിന് ഒരു പ്രഷർ കൊടുത്തിട്ട് ഏറ്റവും പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ ഈ ഒരു മീഡിയം സൈസ് ട്രാൻസ്പോർട്ടേഷൻ എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യണമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഹീഡ് മാർട്ടിൻ ഇപ്പോൾ അതനുസരിച്ച് ഇന്ത്യയെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഫാൽക്കൺ ഇൻസ്പയർഡ് ഡ്രോൺ, അതായത് ഇതൊരു ഫ്രഞ്ച് മോഡലാണ്. ശരിക്കും ഇന്ത്യയിലുള്ള ആക്സിസ് കേഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഒരു ഫ്രഞ്ച് കമ്പനി കൊളാബറേറ്റ് ചെയ്തിട്ട് ഫാൽക്കൺ ലൈക്ക് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കുള്ളിൽ ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഫ്രഞ്ച് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയുടെ ആക്സിസ് കേഡ് എയറോസ്പേസ് ആൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയാണ് ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് 1 ഇയർ ചൈന നമുക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് റെസ്ട്രിക്ഷൻസ് ഏർപ്പാടാക്കിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ റെയർ എർത്ത് എലമെന്റ്സ് സംഘടിപ്പിക്കാം എന്നുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അനാലിസിസ് വർക്കുകളെല്ലാം തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഒരുപാട് കടൽ തീരങ്ങളിലുള്ള മണലെല്ലാം നമ്മൾ പരിശോധിച്ച് അതിനകത്തുള്ള കണ്ടന്റുകളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് വിലയിരുത്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ടെക്നോളജി ഇപ്പോൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഇതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പല എലമെന്റുകളുടെയും പേര് ഇന്ത്യ പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിലുള്ള എലമെന്റുകളുടെ പേര് ഇതെല്ലാം തന്നെ ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഇതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനുള്ള ടെക്നോളജിയാണ് ഇപ്പം ടെക്നോളജി അഡാപ്റ്റേഷനാണ് ഇപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വരുന്ന 1-2 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ 3-ാം സ്ഥാനം കരസ്ഥമാക്കുമെന്നാണ് പറയപ്പെടുന്നത്. പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് അവർക്കുള്ള സപ്പോർട്ടും സഹകരണം എല്ലാം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് റെയർ എർത്ത് എലമെന്റ്സ് എത്രയും വേഗം എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ ഇന്ത്യക്കുള്ളിൽ ഈ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായി തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.